കഴിവ്. അതുകൊണ്ടൊരു കാര്യവും കിട്ടുന്നില്ല. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ താടി പിടിച്ചുകൊണ്ട് മഹാനവറുകൾ ഓതും, അഫറഅയ്ത ഇമ്മത്തഅനാഹും സിനീൻ ثم جاءهم ما كانوا يوعدون ما غنى عنهم ما كانوا يمتعون. അല്ലാഹുവിന്റെ വല്ലാത്തൊരു ചോദ്യം. അഫറഅയ്ത, നീ പറയൂ, ഇമ്മത്തഅനാഹും സിനീൻ, വർഷങ്ങളോളം സുഖജീവിതം നമ്മൾ കൊടുത്തില്ലേ, ആരോഗ്യം കൊടുത്തില്ലേ, സമ്പത്ത് കൊടുത്തില്ലേ, സന്താനങ്ങളെ കൊടുത്തില്ലേ, പേരമക്കളെ കൊടുത്തില്ലേ, എല്ലാം കൊടുത്തില്ലേ. അവരവരോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സമയം അവർക്ക് വന്നുപോയി, മരണം വന്നു, പിന്നെ അവര് ഖബറിലേക്ക് വന്നു. മരണം വന്നപ്പോൾ സുഖിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സമൃദ്ധികൾ ഒന്നും തന്നെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ല, ഖബറിന്റെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ല, ഹിസാബിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ല, വല്ലാത്ത ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ല. ഇതങ്ങനെ ഓതിയിട്ട് കരഞ്ഞുകൊണ്ട് മഹാനവറുകൾ പറയും, നഹാറൂക യാ മഗ്റൂറു സഹ്വൻ വഗഫ്ലതു വലൈലുക നൗമുൻ വറദാലക ലാസിമു. ഓ വഞ്ചിതനായി പോയ മനുഷ്യ, നിന്റെ പകൽ സഹുവൻ വഗഫുലത്തുൻ, സമ്പാദ്യമില്ലാത്ത പകലാണ്. അശ്രദ്ധയിൽ നീ നടന്നു, അലഞ്ഞ് തിരിഞ്ഞ് നടന്നു, മുഴുവനും നിനക്കൊരു മറതിയും അശ്രദ്ധയുമാണ്, ഉണർവിന്റെ ഒരു പകലും നിനക്കില്ല. അതുകൊണ്ടാ സുബൈക്കന്നെ ഇമാമുകളൊക്കെ ദ്വാർക്കുന്നത് നല്ലോണം ഉറക്കം ഉണർന്ന് ആമീൻ പറയണം. നബ്ബിഹിനാ അൻ നൗമത്തിൽ ഗാഫിലീൻ. അല്ലാഹുവേ, ഈ കഥയില്ലാത്ത ആൾക്കാരെ അബോധാവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് ഉണർവ് തരണം. നമ്മൾ അപ്പോഴും ഉറങ്ങിയാൽ പിന്നെ ഫുള്ള് ഉറക്കായിരിക്കും. നബ്ബിഹിനാ അൻ നൗമത്തിൽ ഗാഫിലീൻ എന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് ഇമാമുകൾ ദ്വാർക്കുമ്പോ ആമീൻ, പടച്ചോനെ ആ ഗഫലാമാരെ കൂട്ടത്തിൽ, കഥയില്ലാത്ത ടീമിന്റെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തരുതേ എന്നല്ലേ ദ്വാർക്കുന്നത്. നമ്മൾ അപ്പോ ഉറങ്ങിയാൽ പിന്നെ ഫുള്ള് ഉറക്കുന്നായിരിക്കും. ഗഫലത്ത് പകല് മുഴുവനും, അശ്രദ്ധ എന്ന് പറഞ്ഞാൽ ലാഭമല്ല എന്നർത്ഥം. ഇന്നെന്താ മോനെ ലാഭം കിട്ടിയത്? ഇന്ന് ലീവല്ലായിരുന്നു, ഞായറാഴ്ച. ലാഭമായിട്ട് ആഖിറത്തിലേക്ക് ഒരു ജുസ് ഖുർആൻ ലീവായതുകൊണ്ട് സദാ യാസീൻ ഓതിയിട്ടുണ്ട്. പോരാ, നിനക്ക് എത്ര മണിക്കൂർ ലീവ് തന്നു, ഒരു ജുസ് ഓതാൻ കിട്ടിയില്ലേ? ആ ഒരു ജുസ് തന്നെ വേണം. പിന്നെന്നാ ഒരു ജുസ് ഓതേണ്ട റമദാൻ മാസത്തിൽ മാത്ര അങ്ങനെ കണക്കൂട്ടുന്നത്. റമദാനാകുമ്പോൾ 30 ദിവസവും ഓരോ ദിവസവും ഓരോ ജുസ്, അത് കുറവാ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വീഴ്ചയാണ്. റമദാനൊക്കെ അമലിന്റെ ഇരുപ്പുറപ്പിച്ചൊരു കാലല്ലേ. നമ്മളെ ഉമ്മാമ്മമാരും ഉപ്പാപ്പമാരൊക്കെ റമദാനിലെ ഖത്മ് കുറച്ചെങ്കിലൊക്കെ കുറഞ്ഞു പോയാൽ കരയുന്ന സമയല്ലേ അവര്. ആ അടിസ്ഥാനത്തിൽ അവരടുത്തേക്കെങ്കിലും ചെറിയ രൂപത്തിലെങ്കിലും എത്താൻ, അതുപോലെ എത്താൻ കഴിയില്ലെങ്കിൽ കുറച്ചെങ്കിലും എത്തണ്ടേ. അപ്പൊ എന്ത് കിട്ടി? ഇന്നത്തെ ഒരു ദിവസം ലീവായതുകൊണ്ട് ഒന്നുമില്ലേ, നാ നിന്റെ പകല് മുഴുവനും സഹുവൻ വഗഫ്ലത്തുൻ വലൈലുക നൗമുൻ വറദാലക ലാസിമു. നിന്റെ രാത്രിയോ ഉറക്കം മാത്രം. വറദാലക ലാസിമു, നിന്നെ പിടികൂടിയിരിക്കുന്നു, നാശം നിന്നെ പിടികൂടിയിരിക്കുന്നു. ഫല അൻത ഫിൽ ലൈഖാലി യഖ്ലാനു ഹാദിമു വല അൻത ഫിന്നുവാമി നാജിം ഫസാലിമു. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെ സ്വന്തം ശരീരത്തോടാ പറയുന്നത്. ഉണർന്നവരെ കൂട്ടത്തിൽ ഒരു ഉറപ്പുള്ള ഉണർന്നവരിൽ നിന്നെ എഴുതാനില്ല. ഉറങ്ങുന്നവരെ കൂട്ടത്തിലോ രക്ഷപ്പെട്ട ആൾക്കാരെ കൂട്ടത്തിലും നിന്നെ പറയാനില്ല. തസുറൂ ബിമാ യഫ്നാ, തീർന്നു പോകുന്നൊരു ദുനിയാവ് കൊണ്ട് നീ ആഹ്ലാദിക്കുന്നു, തീർന്നു പോകുന്നൊരു ദുനിയാവ് കൊണ്ട് നീ സന്തോഷിക്കുന്നു. വതഫറഹു ബിൽ മുനാ, ഇവിടെ കിട്ടിയത് കൊണ്ട് നീ പരിധി വിട്ട് സന്തോഷിക്കുന്നു. എനിക്ക് അങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടി, നിനക്ക് വല്ലാത്ത സന്തോഷം. കമാ സർറ ബിൽ ലദ്ദാതി ഫിന്നൗമി ഹാലിമു, ഉറക്കത്തിൽ സ്വപ്നം കാണുന്ന ഒരാള് വൈറ്റ് ഹൗസിന്റെ പടിയിലേക്ക് ഞാൻ ഇപ്പൊ എത്തി, ഇനി പ്രസിഡന്റിനോട് ചർച്ചയ്ക്ക് പോവുകയാണ്, ഞാനിതാ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഉള്ളിൽ ഉണ്ടാക്കിയ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ നിൽക്കാണ്,
ഞാനിതാ സ്വർഗത്തിലെ ഹൂറില്ലീങ്ങൾ അടുത്തെത്തിയിരിക്കുകയാണ്. രാവിലെ എണീറ്റ് നോക്കുമ്പോ ഹൂറില്ലീങ്ങൾ അടുത്ത് കാണാനില്ല, വൈറ്റ് ഹൗസിന്റെ അടുത്തെത്തിയിട്ടില്ല. ഉറക്കത്തിൽ സ്വപ്നം കാണുന്നതാണ് രസം പോലെ. കിട്ടിയത് കൊണ്ട് നീ സന്തോഷിക്കുകയാണ്. തസുറു ബിമാ യഫ്നാ വതഫറഹു ബിൽ മുനാ. ദുനിയാവിന്റെ ലാഭം എനിക്ക് ഇക്കൊല്ലം ഇത്ര ലാഭം കിട്ടി, കഴിഞ്ഞ കൊല്ലം ഇത്ര ലാഭം കിട്ടി. കിട്ടിയത് കൊണ്ടല്ല സന്തോഷിക്കേണ്ടത്, അത് ചെലവ് ചെയ്യുന്ന മാർഗവും സമ്പാദ്യത്തിന്റെ മാർഗവും അള്ള പൊരുത്തപ്പെട്ട വിധത്തിലാണോ, നിനക്ക് ചെറിയ രൂപത്തിലെങ്കിലും സന്തോഷിക്കാം. വാരിക്കൂട്ടിയതും അള്ള പൊരുത്തപ്പെട്ട മാർഗത്തിലല്ല, ചെലവഴിക്കുന്നതും അള്ള പൊരുത്തപ്പെട്ട മാർഗത്തിലല്ല. നീ എന്ത് സന്തോഷിക്കാനാണ്? സ്വപ്നം കാണുന്നവന് വല്ലാത്ത രസമുണ്ട്. ആ ആനന്ദങ്ങളെ കൊണ്ട് സന്തോഷിക്കും പോലെ ഉറക്കം കഴിഞ്ഞാൽ അത് തീർന്നില്ലേ? ഇതുപോലെ ദുനിയാവിലെ ജീവിതം കഴിഞ്ഞാൽ നിന്റെ രസവും തീർന്നില്ലേ, സന്തോഷവും തീർന്നില്ലേ? പിന്നീട് നീ എത്തിച്ചേരുന്നത് എവിടേക്കാണെന്നറിയോ? നീ കാണാൻ ഒരു നിലക്കും സുഖിക്കാത്തൊരു ലോകത്തേക്കാണ് നീ എത്തിച്ചേരുന്നത്. കദാലിക ഫിദ്ദുനിയാ തഈസുൽ ബഹായിമു. ഇപ്രകാരം ദുനിയാവിൽ ജീവിക്കുന്നതാരാണ്? നാൽക്കാലികളാണ്, മിണ്ടാപ്രാണികളാണ്. അവർക്ക് പുല്ല് കിട്ടിയാൽ വല്ലാത്ത സന്തോഷമാണ്. കൊട്ടை നിറയെ അതിന്റെ മുള്ളൊന്നും നോക്കാതെ അങ്ങ് വാരിവലിച്ച് തിന്നുകയാണ്. വെള്ളം കിട്ടിയാലോ നന്നായി കുടിക്കുകയാണ്. ഉറക്കം വന്നാലോ നന്നായി ഉറങ്ങുകയാണ്. അവർക്ക് പിന്നത്തെ യാതൊരു തെക്കിലീപ്പുല്ലല്ലോ. ഇതുപോലെ നിന്റെ ജീവിതവും ഒരു സുഖ സംഭോഗത്തിന് വേണ്ടി മാത്രമായി ചുരുങ്ങിക്കൂടാ. അപ്പൊ ദുനിയാവിന്റെ അവസ്ഥയെ പറ്റി പറഞ്ഞത് ലൈബുൻ വലഹുൻ. മൂന്നാമതായി അല്ലാഹു പറഞ്ഞു സീനത്തുൻ. ദുനിയാവ് പോലെ അലങ്കാരമാണ്. അവിടെ റാസിമാവ് തങ്ങൾ പറഞ്ഞു വഹാദാ ദഅ്ബുൻ നിസാ. ഇത് സ്ത്രീകളൊരു പതിവാണ്, അലങ്കാരം. എപ്പോഴും ഒരു പുതിയ രൂപഭാവങ്ങൾ സ്വീകരിക്കും. കാരണം ദുനിയാവിലെ അലങ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുഷിച്ചതൊക്കെ നന്നാക്കാനാണ്. ദുഷിച്ച കാര്യങ്ങളൊക്കെ നന്നാക്കുക, മോശമുള്ളതൊക്കെ ഒന്ന് നന്നാക്കി ഉഷാറാക്കിയിട്ട് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് അലങ്കരിക്കുക. പറ്റുന്ന അലങ്കാരവും പറ്റാത്ത അലങ്കാരവും ഒക്കെ ഉണ്ട്. ആഭരണങ്ങളൊന്നും ഇല്ലാത്ത ഒരു സഹോദരി ആഭരണങ്ങൾ വായ്പ വാങ്ങുന്നത് സുന്നത്താണ്, ഒരു നിലക്ക് തെറ്റല്ല. ആഭരണങ്ങൾ ഒരു വീട്ടിലേക്കോ അല്ലെ ഒരു കല്യാണത്തിലേക്കോ പോകുകയാണ്, അത് കാണിക്കാൻ വേണ്ടിയുള്ളതല്ല. അവിടെ എത്തിയിട്ട് അഥവാല സ്ത്രീകളുടെ ഇടയിൽ ഒന്നിങ്ങനെ ഇരിക്കുമ്പോ നോക്കട്ടെ നിങ്ങളെ മാല എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു പെണ്ണിങ്ങനെ ഒന്ന് തട്ടൊന്ന് പൊന്തിച്ചാലും മാല ഒന്നും ഇല്ലെങ്കിൽ ഇത്രയും കാലം ജീവിച്ച ഒരു മാലയും കിട്ടിയില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു വിഷമല്ലേ? അപ്പൊ ഒരു ആഭരണ മാലൊക്കെ വായ്പ വാങ്ങാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മാല വായ്പ വാങ്ങിയതുപോലെ. അതേ സമയത്ത് പറ്റാത്ത ചില സംഗതിയുണ്ട്. പിരികൊക്കെ പ്ലക്ക് ചെയ്ത് മുഖത്ത് വരുന്ന ചെറിയ രോമങ്ങളൊക്കെ ഒന്ന് പറിച്ചിട്ട് അവിടെ ഇവിടെയും ചില കാര്യങ്ങളൊക്കെ ഒന്ന് കുത്തിപ്പൊന്തിച്ചുണ്ടാക്കി, പല്ലൊക്കെ ഒന്ന് രാഗി, മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത്, സ്ത്രീകളെ മുടിയൊക്കെ ആണുങ്ങളെ മുടി പോലെയും ആണുങ്ങളെ മുടിയൊക്കെ പെണ്ണുങ്ങളെ മുടി പോലെയും ഒക്കെ ആക്കി, പുരുഷന്മാർ ധരിക്കുന്ന നല്ല ടൈറ്റ് വിറ്റ് അങ്ങനെ തന്നെ ധരിച്ച് അങ്ങനൊക്കെ പോകുന്ന സ്വഭാവമല്ലേ? അത് ആക്ഷേപത്തിന് വിധിക്കപ്പെട്ടതാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനല്ലാഹുൽ മുതശബ്ബിഹീന ബിന്നിസാഇ വൽ മുതശബ്ബിഹാതി ബിർറിജാൽ. സ്ത്രീകളോട് സാദൃശ്യപ്പെടുന്ന പുരുഷന്മാരെയും പുരുഷന്മാരോട് സാദൃശ്യപ്പെടുന്ന സ്ത്രീകളെയും അല്ലാഹു ലഅനത്ത് ചെയ്തിരിക്കുന്നു. അപ്പൊ ശാപത്തിനർഹമാകുന്ന രീതിയിലുള്ള സീനത്ത് വേണ്ട. അനുവദിക്കപ്പെട്ട രൂപത്തിലുള്ള സീനത്താവാം. സ്ത്രീകളൊരു പതിവ് അലങ്കാരം എല്ലാവരും കാണണമെങ്കിൽ ഞാനിങ്ങനെ തട്ടിട്ട് നോക്കട്ടെ. തട്ടിട്ട് നോക്കുമ്പോ ഞാനൊരു ഉമ്മാമാന്റെ മാറിയുണ്ട്, എന്നാ ആ തട്ടം തൽക്കാലം വേണ്ട. പിന്നെന്താ വേണ്ടത്? പിന്നെ ഷാളായിക്കോട്ടെ. നഊദു ബില്ലാഹ്, ഇത് പറ്റാത്ത ദീനത്താണ്. കാരണം തട്ടം ധരിച്ച് മാറുമറക്കണമെന്നത് നിർബന്ധമായ വിഷയമാണ്. മാറുമറക്കാതെ കഴുത്ത് മറക്കാതെ മുടി വെളിവാക്കി നടക്കുന്നത് ജാഹിലിയ കാലഘട്ടത്തിലെ അലങ്കാരമല്ലേ?
വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. സ്ത്രീകളെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുത്, രംഗപ്രവേശം ചെയ്യരുത്. ആദ്യകാലത്തെ ജാഹിലിയ്യ കാലത്ത് സ്ത്രീകൾ രംഗപ്രവേശം ചെയ്തതുപോലെ എന്താണ് അവരുടെ സ്വഭാവം? മുടിയും കമാറും വെളിവാക്കി, കഴുത്തും വെളിവാക്കി അങ്ങനെ കൊണ്ടുപോകും. അവിടെ പുരുഷന്മാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. മുമ്പൊരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഞങ്ങളുടെ നാട്ടിലൊരു ഉസ്താദ് വന്ന് വഅ്ള് പറഞ്ഞപ്പോ ഇങ്ങനെ ധരിക്കുന്ന നടക്കുന്ന സ്ത്രീകൾക്ക് വലിയ മഹത്വം കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാനും എന്റെ ഭർത്താവും ഈ വിഷയത്തിൽ ചെറിയൊരു തർക്കത്തിലാണ്. എങ്ങോട്ട് പോകുകയാണെങ്കിലും ഭർത്താവ് എന്നോട് പറയും, നീ ഉമ്മാമാന്റെ മാതിന്റെ കൂടെ വരാൻ പാടില്ല, പിന്നെ നീ അങ്ങനെ തലയിലിട്ടാ പെട്ടെന്ന് താഴോട്ട് പോകുന്ന ഒരു സ്പ്രിംഗ് ആക്ഷൻ മോഡൽ ഒരു ഷാളുണ്ട്, അത് നീ ഇട്ടാ മതി. എന്നാലും ഇങ്ങനെ ചുറ്റിക്കൂട്ടി കെട്ടി എന്നെ മാറും കാണൂല, എന്റെ കവളൊക്കെ നാലാൾക്കാർ കണ്ടെങ്കിലല്ലേ എനിക്കൊരു ഉഷാറുണ്ടാകുക. ഓ, ഇവനൊക്കെ അത്യാവശ്യം പെണ്ണ് നോക്കി കെട്ടാൻ പഠിച്ച ആളാണ്, അങ്ങനെ മറ്റുള്ളവർ കരുതിയിട്ട് നിനക്ക് എന്ത് കിട്ടാനാ സുഹൃത്തെ? എന്റെ പെണ്ണിന്റെ കയ്യിന്റെ ഭാഗത്തിന് എത്ര നിറണ്ടേ, ബാക്കി എത്ര ഉണ്ടാവും? എന്ത് കിട്ടാനാ നിനക്ക്? ആളുകളങ്ങനെ മോഹിച്ചിട്ട് നിനക്ക് വല്ലതും കിട്ടുമോ? ദുന്യാവിൽ വല്ലതും കിട്ടുമോ? ആഖിറത്തിൽ എന്താ കിട്ടുക? അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ പിന്നെ എന്റെ ഭർത്താവ് ആ സഹോദരിക്കുള്ള ഗുണവും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ സമ്മതിച്ചു. പിന്നെ ഇങ്ങനെ പോകുമ്പോ ആരോന്ന് ചോദിച്ച്, ഭർത്താവും ഭാര്യയും ഒരുമിച്ച് പോകുമ്പോ പുറത്തുനിന്ന് കണ്ടാരെന്ന് ചോദിച്ചു. കൂടുള്ളത് ആരാ? ഉമ്മയാണോന്ന് ചോദിച്ചു. ഇതാണ് പറ്റിച്ച്. ഉമ്മയാണെന്ന് ചോദിച്ചപ്പോഴേക്ക് അയാൾക്കൊരു വിഷമം. അയാൾ പറഞ്ഞു, കണ്ടില്ലേ, വീട്ടിലെത്തി വീണ്ടും യുദ്ധായി. നീ എന്റെ കൂടെ പോകുന്ന ആകെ 10-35 വയസ്സുള്ള നിന്നെ പറ്റി എന്റെ ഉമ്മയാണോ ചോദിച്ചാൽ എന്റെ ഉമ്മാക്ക് വയസ്സെത്ര 65, 70, 72 വയസ്സായി. അപ്പൊ നിന്റെ ഈ വസ്ത്രധാരണം കൊണ്ട് ഒരു ഉമ്മാന്റെ മോഡലിനാണ് ഇത് മാറ്റണം. സഹോദരന്മാരെ, അങ്ങനെയല്ല നമ്മൾ ശീലിക്കേണ്ടത്. ഞാൻ എന്റെ സഹോദരന്മാരോട് പറയുന്നു, ചെറുപ്പക്കാരോട് പറയുന്നു, മറക്കേണ്ട ഭാഗങ്ങളൊക്കെ മറക്കുന്നത് നമ്മുടെ ഇസ്ലാമിയത്തിന്റെ അടയാളമാണ്. പരിശുദ്ധ ദീൻ നമ്മൾ എത്രമാത്രം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നതിന്റെ അടയാളമാണ്. അത് മുഴുവനും വെളിവാക്കി നടന്നതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും 2 ലോകത്തും ഒരു നേട്ടവും നമുക്ക് ലഭിക്കാനില്ല, കാര്യമായി ഒന്നും കിട്ടാനില്ല. കിട്ടാനുള്ളത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷയാണ്. നല്ല നിലക്ക് നടക്കാൻ നോക്കുന്നൊരു സഹോദരിയെ നിന്റെ വാശി കാരണം നീ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചാൽ, വഴികാട്ടിയാക്കി കൊടുക്കേണ്ട ഭർത്താവ്, മാതൃകയായി കാണിച്ചു കൊടുക്കേണ്ട ഭർത്താവ്, ആ പെണ്ണിന്റെ നന്മകളെ മുഴുവനും അതാ ആ ശരീരത്തിൽ നിന്ന് കുടിയിറക്കിയിട്ട് പിശാചിന്റെ മാർഗങ്ങളാണ് ആ പെണ്ണിൽ കെട്ടിക്കൂട്ടിക്കൊടുത്തത്. സീനത്തും ദുനിയാവിന്റെ സ്വഭാവം മൊത്തത്തിൽ അങ്ങനെയല്ലേ? എല്ലാവരും അങ്ങനെയല്ലേ? അതെ, ബിൽഡിങ്ങുകൾ എടുക്കുമ്പോഴും കാര്യമായിട്ട് അങ്ങനെയാണ്. ദീനത്താണല്ലോ കാര്യമായി ലക്ഷ്യമാക്കുന്നത്. അതെ, ബുദ്ധിമാനായ മനുഷ്യൻ ചിന്തിക്കുമ്പോ അതിൽ കാര്യമായിട്ട് ഒന്നും കിട്ടാനില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ മാന അന്നൽ കാഫിറ യസ്തഗിലു തൂല ഹയാതിഹി, സത്യനിഷേധിയായ മനുഷ്യൻ ജീവിതകാലം മുഴുവനും അവൻ ചെലവഴിക്കുന്നത് ബിത്വലബി സീനത്തി ദുനിയാ, ദുനിയാവിന്റെ പ്രൗഢി ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ദൂനൽ അമലി ലിൽ ആഖിറ, പരലോകത്തിന് വേണ്ടി സമ്പാദ്യം ഉണ്ടാക്കിയിട്ടല്ല. അത് പരിമിതിയും പരിധിയും ഉള്ള നിലക്കുള്ള അള്ളാഹ് അനുവദിച്ച സീനത്ത് നമുക്ക് പറ്റും. അള്ളാഹ് അനുവദിക്കാത്ത തരത്തിൽ അങ്ങനെ ഉപയോഗിക്കരുത്. ഒക്കെ പിടുത്തം വിട്ടുപോയി. അല്ലാഹു തആല നമുക്ക് പണം തന്നു എന്ന് കരുതിയിട്ട് വീടിന്റെ പുറത്തുണ്ടാക്കുന്ന മതില്, ആ മതിലും മാർബിൾ ഒട്ടിച്ച് ഭംഗിയാക്കേണ്ട ആ രൂപത്തിലേക്കൊന്നും നമ്മൾ കടന്നുകയറ്റം ചെയ്യരുത്. ഇതൊക്കെ ഇവിടെ കുറേ ധർമ്മസ്ഥാപനങ്ങളുണ്ട്, അതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടും. വീടിന്റെ ഉള്ളും വീടിന്റെ അടിയിലെ നിലമല്ല ഞാൻ പറഞ്ഞത്, പുറത്തെ മതില്, കാക്ക വന്ന് കാട്ടിക്കുന്ന മതില്, ആ മതിലിന്റെ മുകളിലും ആ മതിലിന്റെ ചുമരും മൊത്തം മാർബിൾ. അപ്പൊ ആ മതിൽ നിർമ്മാണത്തിന് വേണ്ടി തന്നെ എത്ര ചെലവായി? 3.5 ലക്ഷം ചെലവായി. ഒരു സാധാ നല്ല കെട്ടുറപ്പുള്ള ഒരു മതിലുണ്ടാക്കണമെങ്കിൽ എത്ര വരും? ഒരു 35,000 40,000 അല്ലെങ്കിൽ കുറച്ചൊക്കെ വരും. കല്ലിന്റെയും സിമെന്റിന്റെയും ഒക്കെ കൂട്ടി വെക്കുമ്പോൾ, ഒരു ഗിൽസൊക്കെ ഫിറ്റ് ലൈറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ വരും. അത് ആവശ്യമാണ്. പുരക്ക് ഒരു പരിധിയിടാൻ ആൾക്കാർ അങ്ങനെ എല്ലാവരും വന്ന് കയറാതിരിക്കാൻ